അച്ഛനെ ഞാനും രഘുവേട്ടനും കൊണ്ടുപോയി എല്ലാം കാണിക്കാം അങ്കിൾ. അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നാ മതി. ഓക്കെ ഓക്കെ, ഇവിടെ ഞാൻ നോക്കിക്കോളാം. അണ്ണൻ ചെല്ലേ. അല്പം കൂടി കഴിയട്ടെ ദാസ്, എല്ലാം ചുറ്റിക്കാണാൻ സമയമുണ്ടല്ലോ. പിന്നെ ഞാൻ ക്ഷണിച്ച ഒരാൾ കൂടി ഇങ്ങോട്ട് വരാനുണ്ട്. അതാരാണ് അങ്ങനെ ഒരാള്? ഒരു ആദിത്യൻ, എന്റെ ഒരു പഴയ ശിഷ്യനാണ് ആള്. രഘുവിന്റെ സഹപാഠിയും കൂടിയാ. അവൻ എന്തായാലും ഇങ്ങോട്ട് വരുമെന്ന് എന്നോട് പറഞ്ഞു. അല്ല അമ്മാവ, അവൻ വരുമ്പോ വരട്ടെ. അല്ല, പറഞ്ഞ സമയത്ത് എന്തായാലും വന്നില്ലല്ലോ. അതെ അതെ അച്ഛാ, രഘുവേട്ടൻ ഇതുവരെ ഈ പറയുന്ന ആദിത്യനെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരാളെ അച്ഛൻ വെയിറ്റ് ചെയ്ത് കണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് പോവാച്ചാ. അയാള് വരുമ്പോ ഇങ്ങോട്ട് വന്നാ മതിയല്ലോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, നമുക്ക് പോയേക്കാം. സർ, ലഡു. മഞ്ഞ ലഡു. മിനി, അങ്ങോട്ട് കൊടുക്കും. ആരാ ശബരിയേട്ട ആദ്യത്തെ? അച്ഛൻ അയാളെ ക്ഷണിച്ചത് രഘുവേട്ടനെ അമ്പളിച്ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നു. എനിക്ക് ആദ്യത്തിനൊന്നും അറിയില്ല. സ്വീറ്റ്സ് എടുത്തോളൂ മാഡം. എനിക്ക് വേണ്ട. ഒരെണ്ണം എടുക്കതേ, ഇല്ലെങ്കിൽ നീ ഡയബറ്റിക് ആണെന്ന് ഇവിടെ എല്ലാവരും വിചാരിക്കും. താങ്ക്സ് മാഡം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അതെ, എല്ലാരും ഫാക്ടറിക്കകത്തേക്ക് പോവാ. നമുക്കും അങ്ങോട്ട് പോവാം ശബരി. ഞാൻ എങ്ങോട്ടുമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോവാം ശബരിയേട്ടാ. അതെങ്ങനെയാ? അതെ, ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രം ക്ഷണിച്ചൊരു ഫംഗ്ഷൻ അല്ലേ? അപ്പോ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോയാൽ എങ്ങനെയാ? അതെ, ദയക്ക് അവിടെ വിളക്ക് കൊളുത്താൻ പറ്റാത്തതിന്റെ വിഷമമായിരിക്കും ശബരി.